പെരിയ കേസിൽ വീണ്ടും CPM-ന്റെ പണപ്പിരിവ്. സ്പെഷ്യൽ ഫണ്ട് എന്ന പേരിലാണ് പണപ്പിരിവ്. എന്തിനാണാവോ? പാർട്ടി അംഗങ്ങൾ 500 രൂപ വെച്ച് നൽകണമെന്നാണ് CPM നിർദ്ദേശം. ജോലിയുള്ളവരും സഹകരണ സംഘങ്ങളിൽ ജോലിയുള്ളവരും ഒരു ദിവസത്തെ ശമ്പളം നൽകണം. ഓരോ ബ്രാഞ്ചിനും കോട്ട നിശ്ചയിച്ചാണ് പണപ്പിരിവ്. ഈ മാസം 20-നകം പണം നൽകാനാണ് ഏരിയ കമ്മിറ്റിക്ക് നിർദ്ദേശം. പാർട്ടിക്കുള്ളിൽ ഒരു ആഭ്യന്തര വിഷയമാണ്. പക്ഷേ അതിലൊരു വാർത്തയുണ്ടാവുന്നത് പെരിയ കേസുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അർച്ചന രവീന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർച്ചന, വെരി ഗുഡ് മോർണിംഗ്. അർച്ചന, പാർട്ടിക്ക് പിരിവൊക്കെ നടത്താനുള്ള അവകാശമുണ്ട്. അതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്. അതിലൊന്നും നമ്മൾ തലയിടുന്നില്ല. പക്ഷേ ഈ പണപ്പിരിവ് ഒരു സ്പെഷ്യൽ ഫണ്ടായിട്ടാണ്. എന്തു പറഞ്ഞാണ് പണം പിരിക്കുന്നത് അർച്ചന? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അതേ, പണപ്പിരിവ് ഒരു പാർട്ടിയിൽ തന്നെ ആഭ്യന്തര വിഷയമായിട്ട് തന്നെ കാണണം. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്കായി CPM നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇവർ ഈ ഒരു കേസിന്റെ ആദ്യഘട്ടത്തിൽ ഇവർ പണപ്പിരിവുമായി രംഗത്തെത്തിയിരുന്നു. ഇപ്പൊ രണ്ടാം ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പണപ്പിരിവുമായി CPM ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത്. ഈ ഒരു സ്പെഷ്യൽ ഫണ്ട് എന്ന പേരിലാണ് ഇവർ പണപ്പിരിവ് നടത്തുന്നതും. പാർട്ടി അംഗങ്ങൾ 500 രൂപ വെച്ച് നൽകണമെന്നാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം ുള്ളത്. അതിൽ ജോലിയുള്ളവരും അതുപോലെ സഹകരണ സംഘങ്ങളിൽ ജോലിയുള്ളവരും ഒരു ദിവസത്തെ ശമ്പളം അടക്കം നൽകണം എന്ന നിർദ്ദേശവും ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏകദേശം 28,970 പാർട്ടി അംഗങ്ങളാണ് CPM ജില്ലാ കമ്മിറ്റി ജില്ലയിലുള്ളത്. ആ ഒരു 28,970 ആളുകൾ 500 രൂപ വെച്ച് നൽകി ഏകദേശം 1 കോടിയോളം രൂപ എന്തായാലും വരും. ഇതിനു പുറമെ ജോലിയുള്ളവരും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളിൽ ജോലിയുള്ളവരും കൂടി ഇത്തരത്തിൽ ഒരു ദിവസത്തെ ശമ്പളം നൽകിയാൽ ഏകദേശം 2 കോടിയോളം രൂപ വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. അത്തരത്തിൽ നിയമ പോരാട്ടത്തിന് CPM ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ പങ്കുവെക്കാനുള്ളത്. നേരത്തെ തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കം ഇക്കാര്യത്തിൽ CPM-ന്റെ പ്രതികളെ സംരക്ഷണം എന്ന നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിനെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് CPM-ന്റെ ഈ ഒരു പണപ്പിരിവ് മൂലം നമുക്ക് വ്യക്തമാകുന്നത്. ഓക്കെ, താങ്ക് യു. അർച്ചനയാണ് നമുക്കൊപ്പം ചേർന്നത്. അർച്ചന രവീന്ദ്രൻ പറയുന്നത് പോലെ പെരിയ കേസിന്റെ തുടർ മൂവ്മെന്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പണപ്പിരിവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കേസിൽ പാർട്ടിയുടെ നിലപാട് അതാണ്. അപ്പീൽ പോകും എന്നുള്ളതാണ് നിലപാട്. അതിൽ 4 പ്രതികൾക്ക് ഇടക്കാല സ്റ്റേ അനുവദിച്ചുകൊണ്ട് ആ കേസ് ഫ്രീസ് ചെയ്തുകൊണ്ട് തന്നെ, ആ വിധി ഫ്രീസ് ചെയ്തുകൊണ്ട് തന്നെ ജാമ്യം അനുവദിച്ചതും നമ്മൾ കണ്ടു. ഉദുമയിലെ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ പുറത്തു വന്നതും നമ്മൾ കണ്ടതാണ്.